നരേന്ദ്രമോദിക്ക് സീഷെൽസ് സർക്കാർ നൽകിയ പരമോന്നത ബഹുമതിയെ ചൊല്ലി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വീണ്ടും രൂക്ഷമായ വാക്പോര്. സീഷെൽസ് നൽകിയ ബഹുമതിയുടെ നിയമസാധുത ചോദ്യം ചെയ്ത പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിനെതിരെ ഇപ്പോൾ ഇന്ത്യയിൽ ശക്തമായ ഭാഷയിൽ തിരിച്ചടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് പുറത്തുവരുന്നത്. കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഖ്വാജ ആസിഫിന്റെ പരാമർശങ്ങളെ അതിരൂക്ഷമായി തന്നെ വിമർശിച്ചു. അദ്ദേഹത്തിന് മനസ്സിലാകാത്ത വിഷയങ്ങളിൽ അടിസ്ഥാനരഹിതമായ അഭിപ്രായങ്ങൾ പറയുകയാണ് എന്നും ഇത്തരം പരാമർശങ്ങൾ പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിലവാരത്തെയാണ് ചോദ്യം ചെയ്യുന്നത് എന്നതാണ് ഇന്ത്യ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല അടിക്കടി തന്നെ പാകിസ്ഥാനാകട്ടെ ഇന്ത്യക്കെതിരെ ശക്തമായ വിഷലിബ്ധമായ വാക്കുകൾ കൊണ്ട് ഇന്ത്യയെ പലയിടങ്ങളിലും അവിടെ താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമം പാകിസ്ഥാൻ നടത്താറുണ്ട്. ഇതാണിപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതും. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഉന്നം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ്, ശക്തമായ രീതിയിലാണ് ഇവിടെ ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം സർക്കാർ വൃത്തങ്ങളുടെ പ്രതികരണം ഇവിടെ അവസാനിച്ചിട്ടില്ല. ഖ്വാജ ആസിഫിന്റെ ഇത്തരം പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ വിശ്വസനീയമായത് തന്നെ അല്ലെങ്കിൽ ആ ഒരു വിശ്വസ്തതയെ തന്നെ ബാധിക്കുന്നതാണ് എന്നും വിഷലിബ്ധമായ രാഷ്ട്രീയം മാത്രമാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾക്ക് പിന്നിലെന്നും ഇവിടെ വിമർശിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുടെ വളരുന്ന അന്താരാഷ്ട്ര സ്വാധീനം ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ പ്രതിഫലനമായാണ് ഈ പ്രതികരണം എന്നതാണ് ഡൽഹിയുടെ നിലപാട്. അതോടൊപ്പം തന്നെ വിവാദത്തിന് കാരണമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സീഷെൽസ് സർക്കാർ നൽകിയ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറിസോൺ എന്ന പുതിയ പ്രസിഡൻഷ്യൽ ബഹുമതിയാണ്. പരിസ്ഥിതി സംരക്ഷണം, സമുദ്ര സുരക്ഷ കൂടാതെ തന്നെ ചെറുകിട ദ്വീപ് രാഷ്ട്രങ്ങളുടെ വികസനത്തിനായി തന്നെ നൽകിയ പിന്തുണ എന്നിവ പരിഗണിച്ചുകൊണ്ടാണ് ഈ ബഹുമതി മോദിക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സീഷെൽസ് സർക്കാർ ദേശീയ ബഹുമതി സമ്പ്രദായത്തിൽ മാറ്റം വരുത്തിയ ശേഷം ഈ അംഗീകാരം ലഭിക്കുന്ന ആദ്യ വിദേശ നേതാവെന്ന പ്രത്യേകതയും നരേന്ദ്രമോദിക്കുണ്ട്. കഴിഞ്ഞ മാസം സീഷെൽസ് സന്ദർശനത്തിനിടയിലാണ് പ്രസിഡന്റ് ഈ ബഹുമതി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചതും. എന്നാൽ ഈ പുരസ്കാരത്തിന്റെ നിയമസാധുതയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയായ ഖ്വാജ ആസിഫ് ചോദ്യം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ തന്നെ ഇന്ത്യൻ ഔദ്യോഗിക വൃത്തങ്ങളുടെ ശക്തമായ മറുപടിയും പുറത്തുവന്നു. ഇന്ത്യയുടെ വിദേശ നയ വിജയങ്ങളും ലോക രാജ്യങ്ങളുമായുള്ള വർദ്ധിച്ചു വരുന്ന സഹകരണം പാകിസ്ഥാനെ അസ്വസ്ഥമാക്കുന്നുവെന്ന വിലയിരുത്തലും ഇതിനിടെ ഉയരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച അന്താരാഷ്ട്ര ബഹുമതികളുടെ എണ്ണം ഗണ്യമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട്. ഇതും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര വാക്പോരിന് പുതിയ ഇന്ധനം പകരുകയാണ്. അതേസമയം അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ കഴിയുമെന്നതിൽ സംശയമുണ്ട്. വ്യക്തമായും അദ്ദേഹത്തിന് പക്കൽ ജോലിയൊന്നുമില്ല. അദ്ദേഹത്തിന് അറിവില്ലാത്ത കാര്യങ്ങൾ, മണ്ടത്തരമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് സമയം കളയുകയാണ് എന്നും അസൂയ എല്ലായ്പ്പോഴും ഒരു മോശം പ്രചോദനം തന്നെയാണ്. പ്രത്യേകിച്ച് വിദ്വേഷ പ്രസംഗത്തിൽ മുഴുകിയിരിക്കുന്ന ഒരാളിൽ നിന്ന് ഇത്രമാത്രം പ്രതീക്ഷിച്ചാൽ മതി എന്നതാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം കഴിഞ്ഞ മാസം അവസാനം സീഷെൽസ് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറിസോൺ പ്രസിഡൻഷ്യൽ ഡിസ്റ്റിങ്ഷന്റെ നിയമസാധുതയെ ആസിഫ് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ മന്ത്രിയുടെ ഇത്തരമൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.